نستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ഈദുൽ അദ്ഹ ആഘോഷത്തിൻ്റെ സമാരംഭമെന്നോണം ഈദ് നമസ്കാരത്തിനും അനുബന്ധ ഉത്ബോധന ഖുത്ബക്കുമായി ഈ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. ഇന്ന അഅ്ദമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സഹിയായ ഒരു ഹദീസാണ്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൻ നഹറും പിന്നെ യൗമുൽ ഖറുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ യൗമുൻ നഹറിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതേ നിമിഷങ്ങളിൽ ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ വിശുദ്ധ താഴ്വരയിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുകയാണ്. ബലിപെരുന്നാൾ ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദിന്റെയും തവക്കുലിന്റെയും തദ്ഹിയ്യത്തിന്റെയും ആദർശം അഭിമാന പുരസ്സരം നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഓരോ ബലിപെരുന്നാളുകളും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ത്യാഗവും സമർപ്പണവും സൃഷ്ടികർത്താവായ റബ്ബുൽ ഇസ്സത്തിനോടുള്ള സ്നേഹവും ഇഷ്ടവും എന്താണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ വരച്ചു കാണിച്ച മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ അയവിറക്കുകയാണ് വിശ്വാസിലോകം. സഹോദരങ്ങളെ, ആ മഹാനായ പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ ചില പാഠങ്ങളും അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകളുമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, സഹോദരങ്ങളെ, പ്രബലമായ 3 സെമിറ്റിക് മതങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദർശ പിതാവായി പരിചയപ്പെടുത്താറുണ്ട്. വിവിധ അവകാശങ്ങൾ ഉന്നയിക്കുന്ന സമൂഹങ്ങളോടുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ വിളംബരം മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യഹൂദനോ ഒരു ക്രിസ്ത്യനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. മറിച്ച് അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അള്ളാഹുവിൽ സമ്പൂർണം സമർപ്പിച്ച അള്ളാഹുവിന് സമ്പൂർണമായി കീഴ്പ്പെട്ട ഒരു യഥാർത്ഥ മുസ്ലിമായിരുന്നു
വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ട ആളുമായിരുന്നില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഏത് മതം സ്വീകരിച്ചാലും മോക്ഷം ലഭിക്കുമെന്ന് പറയുന്ന സർവമത സത്യവാദത്തെ ഇസ്ലാം ശരിവെക്കുന്നില്ല എന്നതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹുവിന്റെ ഈ അധ്യാപനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകനെ കുറിച്ച് നടത്തിയ 11 മനോഹരമായ വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ പ്രവാചകന്റെ പാത നിങ്ങൾ പിൻപറ്റണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഖുൽ സദഖല്ലാഹ്, നബിയെ നീ പ്രഖ്യാപിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞിരിക്കുന്നു. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ഒരു മുശ്രിക്കായിരുന്നില്ല, ബഹുദൈവാരാധകനായിരുന്നില്ല എന്ന് വീണ്ടും പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കാലങ്ങളായി നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഓരോ ദിവസവും നമ്മൾ പറയാറുണ്ട്, അദ്ദേഹത്തെ ഓർക്കാറുണ്ട്. ഓരോ ബലിപെരുന്നാളിനും അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇത്രയേറെ വലിയ ഉന്നതമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്? നിങ്ങൾ ആത്മാർത്ഥമായി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രധാനമായും 2 കാരണങ്ങളാണ്. അതിലൊന്ന്, എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും പടച്ച റബ്ബ് നൽകിയതാണ് എന്നും അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിനും അവന്റെ സ്നേഹത്തിനും അവന്റെ പ്രീതിക്കും തൃപ്തിക്കുമായി സർവ്വതും സമർപ്പിച്ചുകൊണ്ടാണ് ആ അള്ളാഹുവിനോട് എന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും കടപ്പാടും തീർക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് ത്യാഗപൂർണമായ മുഹൂർത്തങ്ങൾ കൊണ്ട് ഇതിഹാസം തീർക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയിട്ടുള്ളത്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ നിന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ കീഴടങ്ങുക എന്ന് പറയേണ്ട താമസം നാവ് കൊണ്ട് പറയുക മാത്രമല്ല, ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിക്കുകയാണ്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിതാ സർവ്വതും സമർപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ആദർശപിതാവായ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട കേവലം ഒരു നിലപാടായിക്കൊണ്ടല്ല പരിശുദ്ധ ഖുർആൻ ഇത് പരിചയപ്പെടുത്തിയത്. മറിച്ച് അദ്ദേഹത്തിന്റെ മാർഗവും പാതയും പിൻപറ്റുന്ന സകലരും അനുവർത്തിക്കേണ്ട ജീവിത നിലപാടായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അത് നമ്മോട് പഠിപ്പിക്കുകയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, ഒരു മുഅ്മിനോ ഒരു മുഅ്മിനത്തിനോ പാടുള്ളതല്ല അല്ലാഹുവോ അവന്റെ റസൂലോ വല്ലതും കൽപ്പിച്ചാൽ, വല്ല ശാസനയും ഉണ്ടായാൽ, അവിടുന്ന് വല്ല അധ്യാപനവും വന്നാൽ പിന്നെ സ്വതന്ത്രമായ ഒരു നിലപാട് സ്വീകരിക്കാൻ മുഅ്മിനത്തിന് പാടില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സമ്പൂർണമായ സമർപ്പണമാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവനായി പ്രവേശിക്കണം. നമുക്ക് തോന്നുന്ന രൂപത്തിൽ തോന്നുന്ന കാര്യങ്ങൾ തോന്നിടത്തല്ല, മറിച്ച് ഇസ്ലാമിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ലഹരിയില്ലാത്ത, അവിഹിത ബന്ധങ്ങളില്ലാത്ത, പലിശയില്ലാത്ത, സാമ്പത്തിക തട്ടിപ്പുകളില്ലാത്ത, സാമ്പത്തിക അതിക്രമങ്ങളില്ലാത്ത, അതുപോലെ അതിക്രമങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ഇല്ലാത്ത സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം. നമസ്കാരത്തിലും സക്കാത്തിലും സൂക്ഷ്മതയുള്ള വേഷവിധാനങ്ങളിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിക്കുന്ന, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക് പ്രാമുഖ്യം നൽകുന്ന പ്രബോധന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ടു പോയ മഹാനായ ഒരു പ്രവാചകൻ. സമ്പൂർണമായ സമർപ്പണം ജീവിതത്തിന്റെ മുച്ചൂടും മേഖലയിൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഞാനിതാ സർവ്വതും സമർപ്പിക്കുന്നു എന്നതാണ് ബലിപെരുന്നാളിന്റെ ഒന്നാമതായിട്ടുള്ള സന്ദേശം. സഹോദരങ്ങളെ, ആ ജീവിതത്തെ, അവിടുത്തെ ചരിത്രത്തെ, മഹാനായ ഇബ്രാഹിം നബിയെ അത്രമേൽ ഉന്നതമാക്കിയ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ആ റബ്ബിന്റെ തീരുമാനങ്ങൾ നെഞ്ചിലേറ്റുമ്പോൾ തീർച്ചയായും അവനിൽ നിന്നുള്ള സഹായങ്ങളും അവനിൽ നിന്നുള്ള റഹ്മത്തും അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന അചഞ്ചലമായ ബോധവും ബോധ്യവും വിശ്വാസവുമാണ്
നിരാശകളില്ലാതെ, നൈരാശ്യങ്ങൾ പിടിപെടാതെ പ്രതീക്ഷാ നിർഭരമായ ത്യാഗോജ്ജലമായ ജീവിതം നയിക്കാൻ അദ്ദേഹത്തെ പാകപ്പെടുത്തിയെടുത്തത്. നോക്കൂ നിങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, തീയിന്റെ സ്വഭാവം, അതിന്റെ പ്രകൃതി ചൂടാണെങ്കിൽ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനുള്ള സഹായം എനിക്ക് ലഭിക്കുമെന്ന ഉറച്ച ബോധ്യമായിരുന്നു. തീയിന്റെ സ്വഭാവത്തെ പോലും മാറ്റി ഇബ്രാഹിമിന്റെ മേൽ തീയെ, നിന്റെ സ്വഭാവം, നിന്റെ പ്രകൃതി ചൂട് മാറ്റി തണുപ്പാക്കാൻ അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് കൽപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് മാത്രമായിരുന്നു അദ്ദേഹം ആ സമയത്തും പ്രാർത്ഥിച്ചത്. മക്കളില്ലാതെ പ്രായം 80കളിലെത്തിയപ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു. കുടുംബത്തെ മക്കയിൽ തനിച്ചാക്കി, ആരാരുമില്ലാത്ത മക്കയുടെ മണലാരണ്യത്തിൽ തനിച്ചാക്കി തിരിഞ്ഞു പോരുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമായിരുന്നു. നിരാശയുടെ നിഴൽ വീഴാത്ത, പ്രതീക്ഷയുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ തെളിച്ചമുള്ള വിശ്വാസദാർഢ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമഖിലവും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെല്ലാം പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കാത്തവരല്ല. തവക്കൽതു അലല്ലാഹ് എന്ന് നാൾക്ക് നാൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെ നൈരാശ്യം പിടികൂടാറുള്ളത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് ടെൻഷനുകൾ ഉണ്ടല്ലോ? ആൻസൈറ്റിക്ക് മരുന്ന് കഴിക്കുന്നവരുടെ എണ്ണം അധികരിച്ചുകൊണ്ടിരിക്കുന്ന, നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് അടിച്ച്, താളം തെറ്റി, മനസ്സമാധാനത്തിന് വേണ്ടി അഭയകേന്ദ്രങ്ങൾ പരതുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പരിഭവങ്ങളും പരാതികളും അതുപോലെ ഗദ്ഗതങ്ങളും നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ കാരണം? അള്ളാഹുവിനുള്ള പ്രതീക്ഷയില്ല, അവനോടുള്ള ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അഭയം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാതായിരിക്കുന്നു, വിശ്വാസത്തിന്റെ ദാഢ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്കിൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, സഹോദരങ്ങളെ, ആ തവക്കുലിന്റെ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കളുടെ ഭാവിയാണെങ്കിലും, വിവാഹ ജീവിതമാണെങ്കിലും, മക്കളുടെ പഠനകാര്യങ്ങളാണെങ്കിലും, നമ്മുടെ കൗടംബിക ജീവിതമാണെങ്കിലും, കച്ചവടം, ബിസിനസ് തുടങ്ങിയ ഏത് കാര്യവും അള്ളാഹുവിൽ തവക്കുലാക്കാൻ ഒരാൾ സന്നദ്ധമായി കഴിഞ്ഞാൽ അനാവശ്യമായ ടെൻഷനും ഡിപ്രഷനും സ്ട്രെസ്സുമായി നിരാശയുടെ പടുകുഴിയിലേക്ക്, ഒരുപക്ഷെ ആത്മഹത്യാ മുനമ്പകളിലേക്ക് ജീവിതത്തെ തള്ളിക്കളയുന്നത് ഒരുപാട് നിർത്തിവെക്കാൻ, തടയാൻ നമുക്ക് സാധിക്കും എന്നതാണ് മഹാനായ ഇബ്രാഹിം നബിയുടെ ഓരോ നിലപാടുകൾ കാലാതീതമായി ഇന്നും പ്രസക്തമായി കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ കുടുംബം ത്യാഗനിർഭരമായിരുന്നു. അവിടുത്തെ കുടുംബത്തിന്റെ ജീവിതം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ത്യാഗം എന്ന് കേൾക്കുമ്പോൾ പറയാൻ എന്തൊരു എളുപ്പം, കേൾക്കാൻ എന്തൊരു എളുപ്പം. സഹോദരങ്ങളെ, ത്യാഗം എന്ന വാക്ക് നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രയോഗമാണ്. കുടുംബത്തിനും വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾക്കും വേണ്ടി നമ്മളൊക്കെ ത്യാഗം ചെയ്യുന്നത് നമ്മുടെ ജീവിതയാത്രയിലെ നിത്യ കാഴ്ചകളായിരിക്കാം. എന്നാൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ആജ്ഞകൾ നിറവേറ്റുന്നതിന് വേണ്ടി, അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നതിന് വേണ്ടി ജീവിതത്തിലെ യഥാർത്ഥമായ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച ത്യാഗങ്ങളുടെ നിറക്കാഴ്ചയാണ് ആദർശ പിതാവിന്റെ കുടുംബത്തിലെ ജീവിതമഖിലവും നമുക്ക് കാണാൻ കഴിയുക. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. അള്ളാഹു അതുകൊണ്ടാണ് ആരാരുമില്ലാത്ത മക്കയുടെ മരുമണ്ണിൽ തന്റെ ഭാര്യയെയും പിഞ്ചോമന പൈതലിനെയും കൊണ്ടുവിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ആ ത്യാഗസന്നദ്ധമായ മനോഭാവമായിരുന്നു. അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ഇസ്മായിൽ എന്ന പൊന്നുമോൻ ജീവിതത്തിന്റെ 80കളിൽ ലഭിച്ച ജീവിതത്തിന്റെ സായം സന്ധിയിൽ അള്ളാഹുവിൽ നിരാശ വെക്കാതെ പ്രതീക്ഷിച്ചു കിട്ടിയ ആ പൊന്നുമോനെ ബലിയറുക്കണമെന്ന കൽപ്പനയുണ്ടായപ്പോൾ നിറസാന്നിധ്യത്തോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി പുഞ്ചിരിച്ച് ആ പരീക്ഷണത്തിന് തയ്യാറായതും ആ ത്യാഗസന്നദ്ധതയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്ന പരീക്ഷണത്തിന്റെ തീച്ചൂളകളെ അദ്ദേഹം പുഞ്ചിരിച്ച് മനോഹരമായി
അതിനെ അതിജീവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സംക്ഷിപ്തമായി, വളരെ ഹ്രസ്വമായി, എന്നാൽ വളരെ അർത്ഥഗർഭമായി പറഞ്ഞൊരു വാചകമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് പരീക്ഷണങ്ങളെ കൊണ്ട്, കലിമാത്തുകൾ കൊണ്ട് നാം പരീക്ഷിച്ചു. അദ്ദേഹം അതൊക്കെ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, എന്റെ ഈ ഖുതുബ ശ്രവിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി നമുക്ക് ഈ കണ്ണ് തന്ന, കാത് തന്ന, ഹൃദയം തന്ന, കൈകാലുകൾ തന്ന, ഈ തലച്ചോറ് തന്ന, ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളും തന്ന അള്ളാഹുവിന് വേണ്ടി എന്താ സഹോദരങ്ങളെ നമ്മളൊക്കെ ത്യജിച്ചിട്ടുള്ളത്? ഈ ആലോചിച്ച് നോക്കുക. ഈ ആഘോഷപ്പൊലിമയിൽ നാം നമ്മോട് മനസ്സറിഞ്ഞ് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അള്ളാഹുവിന് വേണ്ടി പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എന്താണ് ത്യജിച്ചിട്ടുള്ളത്? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം. സഹോദരങ്ങളെ, ആ ഇബ്രാഹിമി കുടുംബത്തെ ഓർക്കാതെ ഹജ്ജിന്റെ ഒരു കർമ്മം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു അക്ബർ ഇതുവരെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന മന്ത്രധ്വനിയാണ്. അല്ലാഹു വലിയവനാണ് എന്ന മന്ത്രധ്വനികൾ ഉയർത്തി ഹറമിലും അറഫയിലും മുസ്ദലിഫയിലും മിനായിലും കയറി ഇറങ്ങുന്ന ഹജ്ജിന്റെ പ്രാർത്ഥനകളിൽ ഒരു വരിയിൽ പോലും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹ് നിനക്ക് പങ്കുകാരില്ല, സർവ്വതും സർവസ്തുതിയും അതുപോലെ സർവ്വ ആധിപത്യവും നിനക്കുള്ളതാണ്. സർവ്വ അനുഗ്രഹത്തിന്റെയും ഉടയവൻ നീ മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല എന്ന ഏകദൈവ ആരാധനയാണ് ഹജ്ജിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. മരണപ്പെട്ടു പോയ നബിമാരോട്, വലിയമാരോട്, ബീവിമാരോട്, സ്വാലിഹീങ്ങളോടുള്ള ഒരു ദുആ നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ തനതായ ആദർശം അതാണ്. പരിശുദ്ധ ഖുർആനിൽ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ 114-ാം അധ്യായം സൂറത്തുൻ നാസ് വരെ പരതിയാൽ 6236 ആയത്തുകൾ കാണാം. അതിൽ 100-ലേറെ പ്രാർത്ഥനകൾ കാണാം. അതിൽ ഒന്നുപോലും അള്ളാഹു അല്ലാത്തവരോട് നമുക്ക് കാണാൻ കഴിയില്ല. ജീവിതത്തിൽ രാവിലെ ഉണർന്നത് മുതൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രാത്രി കിടക്കും വരെ പഠിപ്പിച്ച ഒരുപാട് ദുആകളുണ്ട്. അതിൽ ഒന്നുപോലും അള്ളാഹു അല്ലാത്തവരോട് നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ്. ലോകം നിയന്ത്രിക്കുന്നത് വലിയമാരും ഖുതുബുമാരും ഗൗസുമാരുമാണെന്ന പിഴച്ചൻ ശിർക്കൻ വിശ്വാസങ്ങൾ പാടിയും പാടിപ്പിച്ചും ചൊല്ലിയും പഠിപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായത്തിനായി അള്ളാഹു അല്ലാത്തവർ ഉണ്ടെന്ന തെറ്റായ വിശ്വാസം നെഞ്ചിലേറ്റുന്ന ഭൂരിപക്ഷം വരുന്ന നമ്മുടെ സമൂഹത്തിൽ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തൗഹീദിന്റെ ആശയത്തെ പ്രതിനിധാനം ചെയ്യാനും പ്രബോധനം ചെയ്യാനും നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മളെ അള്ളാഹു മുസ്ലിമാക്കി. ഈ പ്രബോധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും 4 ആളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ മുസ്ലിമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവനാണ് നിങ്ങളെ മുസ്ലിങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത് കേട്ടോ. ഈ ദീനിൽ യാതൊരു പ്രയാസവും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. മുൻ വേദത്തിലും ഈ വേദത്തിലും അള്ളാഹു നിങ്ങളെ പേര് വിളിച്ചത് മുസ്ലിം എന്നാണ്, കീഴ്പ്പെട്ടവൻ എന്നതാണ്, സർവ്വതും സമർപ്പിച്ചവൻ എന്നാണ്. എങ്കിൽ സർവ്വതും സമർപ്പിച്ച നമ്മൾ ആ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു പാഠമാണ്. ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത, ഒന്നും അറിയാത്ത, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ കല്ലുകളെയാണോ ആരാധിക്കുന്നത് എന്ന് ചോദിച്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സൂര്യചന്ദ്ര നക്ഷത്രാദികളെ എല്ലാം ആരാധിക്കേണ്ടത് എന്ന നിലപാട് പിതാവിൽ നിന്ന് തുടങ്ങി, കുടുംബത്തിൽ നിന്ന് തുടങ്ങി, സമൂഹത്തിലെ ഓരോ വ്യക്തികളിലേക്കും അദ്ദേഹം സന്നിവേശിപ്പിക്കുകയാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ സുദിനത്തിൽ നമ്മളും ആ ദൗത്യം ഏറ്റെടുക്കാനുള്ള ഊർജവും ആവേശവും നമ്മളിൽ ഉണ്ടാവട്ടെ.
ജീവിക്കുന്ന ഈ നാടും പ്രദേശവും മുസ്ലിമിന്റെ വൈകാരിക ഇടമാണ്. നമുക്കൊക്കെ മാനസികമായി ബന്ധമുള്ള വൈകാരിക ഇടങ്ങളാണ് സഹോദരങ്ങളെ നമ്മുടെ നാടുകൾ. ജീവിക്കുന്ന മണ്ണിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായ നിലപാട് എന്നതിനപ്പുറത്ത് സഹോദരങ്ങളെ അത് നമ്മുടെ മതപരമായ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. തന്റെ കൂടപ്പിറപ്പുകൾ ജീവിക്കുന്ന പ്രദേശത്തിനായി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, മക്ക എന്ന ഈ മരുഭൂമിയെ അല്ലാഹ് നിർഭയത്വമുള്ള നാടാക്കി നീ മാറ്റണേ എന്ന്. ഒരു നാട്ടിലെ ഭരണാധികാരികൾ മാറിയേക്കാം, രാജ്യത്തെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം, പക്ഷേ ആ മണ്ണിനോട്, ജീവിക്കുന്ന മണ്ണിനോട് മുസ്ലിമിന് ഒരു വൈകാരികമായ ഒരു വികാരം, ഒരു ബന്ധം അവന് ഉണ്ടായിരിക്കണം. സമാധാനപൂർണമായ ജീവിതം ഇവിടെ നിലനിൽക്കണം. നമ്മുടെ പഠനം കൃത്യമായി ഇവിടെ നടക്കണം. ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമായി നിലനിൽക്കണം. മതപരമായ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരിക്കണം. ആ മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രബോധന സാഹചര്യങ്ങൾ എല്ലാം ഇവിടെ നിലനിൽക്കണം. നമ്മളും ഇബ്രാഹിം നബി ദുആ ചെയ്തതുപോലെ സമാധാനം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അടിച്ചമർത്തപ്പെടുന്ന ഫലസ്തീനി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. സമാധാനം പൂത്തിലഞ്ഞിരുന്ന മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. സഹോദരങ്ങളെ, ഈ സുദിനത്തിൽ അവരെ ഒന്നും നമ്മൾ മറന്നുകൂടാ. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ സാഹചര്യം നമുക്കറിയാം. മദ്യവും മയക്കുമരുന്നും തുടങ്ങി വ്യത്യസ്തമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ലഭ്യതയും നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ബോധവൽക്കരണങ്ങളും ദിനാചരണങ്ങളും നടക്കുമ്പോഴും ആവശ്യക്കാർക്ക് ലഹരി വസ്തുക്കൾ വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ലഹരി മാഫിയയുടെ ശൃംഖലകൾ അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. കേരളത്തിലെ എക്സൈഡ് കമ്മീഷണറുടെ വാക്കുകൾ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 17 വയസ്സ് തികയും മുമ്പ് 70% വരുന്ന കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ നുണക്കുകയോ രുചിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാതെ പോകുന്നില്ലെന്നാണ്. എത്ര ഗൗരവപ്പെട്ട വാക്കുകളാണത്. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും നീരാളിപ്പിടുത്തത്തിലാണ് ഇന്നിന്റെ തലമുറയുള്ളത്. വിദ്യാർത്ഥി സമൂഹം, കൗമാരക്കാർ, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് അവരുടെ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് ലഹരി നൽകുന്ന സംഘങ്ങളുടെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്, അത് സമൂഹം വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ജീവിതങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ വിൽപ്പന കൊണ്ട് ഒരു ഹറാമായ പൈസയും എന്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന തന്റെ ഇടമായ നിലപാടെടുക്കാൻ ബിസിനസ്സുകാർക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്താജിറുൽ അമീനുസ് സദൂഖുൽ മുസ്ലിം മഅൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ. സത്യസന്ധനായ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ നാളെ പരലോകത്ത് നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ ആയിരിക്കും എന്ന് ഇമാം അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ കൊടുത്തിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ലഹരി ഉപയോഗം നിസ്സാരമായ കാര്യമല്ല, വളരെ വലിയ ശിക്ഷയാണ്. ഈ ലോകത്തും നമ്മൾ തകർന്നു പോകും, നാളെ പരലോകത്ത് പറയേണ്ടതില്ല. മൻ ശരിബൽ ഖംറ വസകിറ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സബാഹ. 40 പ്രഭാതങ്ങളിലെ നമസ്കാരങ്ങൾ പാഴായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, വ ഇൻ ആദ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ റദ്ഗത്തിൽ ഖബാൽ യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ റദ്ഗത്തുൽ ഖബാൽ അവർ കുടിപ്പിക്കപ്പെടും. സഹാബത്ത് ചോദിക്കുന്നു, വമാ റദ്ഗത്തുൽ ഖബാൽ? റദ്ഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വിയർപ്പ് തുള്ളികളും കൊഴുപ്പും ചലങ്ങളും നീചമുള്ള നിന്ദ്യമായ ശിക്ഷയായിരിക്കും, അതൊക്കെ അവർ കുടിക്കേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവസാനമായി സഹോദരങ്ങളെ, ഉമ്മത്തിന്റെ ഇസ്സത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സമീപനങ്ങൾ പലയിടത്തു നിന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നമ്മുടെ സമുദായത്തെ മതവിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി ലിബറലിസവും മോഡേണിറ്റിയും അരയും തലയും മുറക്കി സർവസജ്ജമായ അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റൊരു ഭാഗത്താകട്ടെ ഇസ്ലാമിന് നേരെയുള്ള
വിദ്വേഷ പ്രചാരണങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്നത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പെൺവിരുദ്ധതയുടെയും പിന്തിരിപ്പൻ ആശയമായി നിരന്തരമായി പരിചയപ്പെടുത്തുന്ന പ്രചണ്ഡമായ അജണ്ടകൾ സജീവമായി നിലനിൽക്കുന്ന ഈ ഒരു കാലത്ത് മുസ്ലിമെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ പക്വമായ ചില ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുള്ള ആർജവത്തിലേക്ക് മുസ്ലിം സമുദായം വൈജ്ഞാനികമായി കൊണ്ടും ഭൗതികമായും ഉയർന്നു വരണമെന്നത് കാലഘട്ടത്തിന്റെ താല്പര്യവും തേട്ടവുമാണ്. ഉദാഹരണമായി ഈ സന്ദർഭത്തിനോട് യോജിച്ച് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ബലികർമ്മത്തെ വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്തിനാണ് ഇങ്ങനെ മൃഗങ്ങളെ കൊല ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. രക്തം കണ്ടാൽ സന്തോഷിക്കുന്ന ദൈവമാണോ നിങ്ങളുടെ ദൈവം എന്നാണ് വിമർശിക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഓരോ സൽക്കർമ്മങ്ങളും സാമൂഹികമായി നന്മകൾ ബാക്കിയാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗുണമുണ്ടാകും, സമൂഹത്തിനൊരു മേന്മയുണ്ടാകും, ഒരു മെച്ചം അവിടെ ബാക്കി ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഈ ലോകത്തന്നെ സംവിധാനിച്ച മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് അള്ളാഹു വിശേഷ ബുദ്ധി നൽകി. അത് പട്ടിക്കോ പൂച്ചക്കോ നായക്കോ ഒരു മൃഗത്തിനോ ഒരു പ്രാണിക്കോ ഒരു പക്ഷിക്കോ ഒരു സസ്യത്തിനോ അള്ളാഹു നൽകിയിട്ടില്ല. അത് നിങ്ങളെ ആദരിച്ചതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ള സകലതും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഇവിടെയുള്ള മൃഗങ്ങളും നിങ്ങൾക്കുള്ളതാണ്. ഇവിടെയുള്ള മാംസമോ അവിടെയുള്ള രക്തമോ ഒരിക്കലും അള്ളാഹുവിങ്കലേക്ക് എത്തുന്നതേയില്ല. മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ സൂക്ഷ്മതയാണ് അള്ളാഹു പരിശോധിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ചെറിയ പെരുന്നാൾ ഇവിടെ കഴിഞ്ഞല്ലോ. ലക്ഷക്കണക്കിന് കിലോ അരിയാണ് ദാനമായി അന്ന് നൽകപ്പെട്ടിട്ടുള്ളത്. സമൂഹത്തിന് എന്തൊരു ഗുണമാണ് അതുകൊണ്ട് ഉണ്ടായത്. ഈ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കയ്യും മെയ്യും മറന്ന് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ. ബലിപെരുന്നാളിന് ഹജ്ജിന്റെ ഭാഗമായി കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്ന നന്മകളാണ് എപ്പോഴും ബാക്കിയാകുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, ഒരു മറുചോദ്യം വിമർശിക്കുന്നവരോട് നമുക്ക് ചോദിക്കാറുണ്ട്. ദേവാലയങ്ങളിൽ ആയിരക്കണക്കിന് രൂപ ഭണ്ഡാരപ്പെട്ടികളിൽ നിക്ഷേപിക്കപ്പെടാറുണ്ട്. അത് ദേവാലയങ്ങളുടെ സമുദ്ധാരണത്തിനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാതെ നിധി പോലെ അത് കാത്തു സൂക്ഷിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗബലിയായ നേപ്പാളിലെ ഗതിമൈ ഉത്സവത്തിൽ 2009 5 ലക്ഷത്തിലധികം എരുമകളും ആടുകളും കോഴികളും മറ്റു മൃഗങ്ങളും അതിനെയെല്ലാം ബലി ചെയ്തതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് അഴിഞ്ഞു പോവുകയല്ലാതെ മാംസം ദാനം ചെയ്യുന്ന അവസ്ഥ അവരിലൊന്നും കാണാൻ കഴിയില്ല. മധ്യപ്രദേശിലെ അൻപൂർ ജില്ലയിലെ നർമ്മദ നദിയിൽ മതപരമായ ചടങ്ങിന്റെ ഭാഗമായി 11,000-ലധികം ലിറ്ററാണ് വേസ്റ്റാക്കി ഒഴുക്കിക്കളഞ്ഞിട്ടുള്ളത്. അതിനോടൊന്നും ഇല്ലാത്ത അമർഷവും അരിശവും അസ്വസ്ഥതയും നിലനിർത്തുന്ന വ്യക്തികളോട് ഇരട്ടത്താപ്പിന്റെ മതവിദ്വേഷത്തിന്റെ കാരണത്തെക്കുറിച്ച് പക്വമായി മറുപടി ചോദിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ പഠിക്കണം, വായിക്കണം, നന്നായി വിജ്ഞാനം ഉണ്ടായിരിക്കണം. വിമർശനങ്ങളും ആരോപണങ്ങളും അവസരങ്ങളായി നമ്മളൊക്കെ കാണണം. ഇസ്ലാമിന്റെ നിത്യതയും കൃത്യതയും ധാർമ്മികതയും തെളിയിക്കാനുള്ള അവസരങ്ങളാണ് ഓരോ വിമർശനങ്ങളും എന്ന് നമ്മളൊക്കെ തിരിച്ചറിയണം സഹോദരങ്ങളെ. അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു ദുആ കൂടി പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, എനിക്കൊരു സാലിഹായ സന്താനത്തെ നീ നൽകണേ എന്ന്. നമ്മുടെ കുടുംബ സംവിധാനം ഭദ്രമായിരിക്കണം. അവിടെ ദീനി അന്തരീക്ഷവും ശീലങ്ങളും ഉണ്ടായിരിക്കണം. കുടുംബ വ്യവസ്ഥക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഈ ലിബറൽ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തിന്മകളെ മുഴുവൻ നോർമലൈസ് ചെയ്യുകയും സാമാന്യവൽക്കരിക്കുകയും തെറി പറഞ്ഞ് താൻ തോന്നികളായി ജീവിക്കുന്നവർ കുട്ടികളുടെ മനസ്സുകളിലെ ഹീറോയായി ആവേശമായി മാറുന്ന ഈ കാലത്ത് ആണായി പിറന്നവൻ പെണ്ണാവാനും പെണ്ണായി പിറന്നവൻ ആണാവാനും വേഷം കെട്ടിയാടുന്ന ഈ ഒരു കാലത്ത് ആഭാസങ്ങൾ മുഴുവൻ ആഘോഷിക്കപ്പെടുകയും കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വത്തെ ഉത്സവമാക്കി
പ്രൈഡ് പരേഡുകൾ നടത്തുന്ന ഈ ഒരു കാലത്ത് റീലുകൾക്കനുസരിച്ച് അതാണ് റിയൽ ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ച് ആടിത്തീർക്കുന്ന, വൈറലാവാൻ എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവർ ജീവിക്കുന്ന ഈ കാലത്ത് ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, ഒരു സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് തരണമേ എന്ന പ്രാർത്ഥന നമ്മളും ഏറ്റെടുത്തുകൊണ്ടുള്ള വിളംബരമാണ് ഇബ്രാഹിമി മില്ലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കാനും പ്രായമായവരെയും രോഗികളെയും ചെന്ന് കാണാനും അവരെ ആശ്വസിപ്പിക്കാനും അതിഥികളെയും അയൽവാസികളെയും സൗഹൃദങ്ങളെയും ആദരിക്കാനും ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ സമയം കണ്ടെത്തുക. ചെറിയ കുട്ടികൾക്ക് സമ്മാനങ്ങളും സന്തോഷങ്ങളും നമ്മൾ കൈമാറുക. പഠനമോ ജോലിയോ ചികിത്സയോ ആയി വിദൂരത്തുള്ളവരുമായി സോഷ്യൽ മീഡിയ വഴി നമ്മൾ ബന്ധം പുതുക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടും സ്നേഹാഭിവാദ്യങ്ങൾ കൊണ്ടും കൈകൾ കൊടുത്ത് ആലിംഗനം ചെയ്ത് ഹൃദ്യമായ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുക. ആഘോഷത്തെ ആഭാസമാക്കുന്ന പ്രവണതകളിൽ നിന്ന് നമ്മളൊക്കെ മാറി നിൽക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാതനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വഅ്തിദാലനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين.